പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ ആശങ്കകൾക്ക് മറുപടി നൽകുകയായിരുന്നു പാർട്ടി സെക്രട്ടറി. എലപ്പുള്ളിയിലെ പ്രാദേശിക നേതൃത്വം ബ്രൂവറിയിൽ ആശങ്ക അറിയിച്ചിരുന്നു. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. നിഖിൽ, പ്രാദേശിക നേതൃത്വം ജില്ലാ സമ്മേളനത്തിൽ തന്നെ ആശങ്ക അറിയിക്കുന്നതും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകും എന്ന ആശങ്ക മുന്നോട്ട് വെക്കുന്നതുമൊക്കെ നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി തന്നെ നിലപാട് വ്യക്തമാക്കുന്നു. ഈ പ്രതിഷേധങ്ങളെ ഒന്നും കാര്യമായി മുഖവിലേക്ക് എടുക്കുന്നില്ല, പദ്ധതിയുമായി മുന്നോട്ട് തന്നെ എന്ന് CPIM വ്യക്തമാക്കുന്നു. എന്താണ് MV ഗോവിന്ദൻ പറഞ്ഞത്? നിഖിൽ, റിജിത്ത്, ഇന്ന് ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ, പ്രത്യേകിച്ച് എലപ്പുള്ളി മേഖലയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇത്തരത്തിലുള്ള ഒരു ആശങ്ക, അതായത് ജനങ്ങൾക്ക് ഇത്തരത്തിൽ ആശങ്കയുണ്ട്, ഇത്തരത്തിലൊരു ബൃഹത് പദ്ധതി വരുമ്പോൾ കുടിവെള്ളമടക്കം മുട്ടുമോ എന്നുള്ള വലിയ ആശങ്കയുണ്ട് എന്നുള്ള പരാതി ജില്ലാ സമ്മേളനത്തെ അറിയിച്ചിരുന്നു. ഇതിന് മറുപടി ആയിക്കൊണ്ടാണ് MV ഗോവിന്ദൻ മറുപടി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയേ പറ്റൂ. വലിയ വ്യവസായങ്ങൾ വരുമ്പോൾ അതിനെ എതിർക്കാൻ കഴിയില്ല, അതിനെ കണ്ണുമടച്ച് എതിർക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ ഉണ്ടെങ്കിൽ നാടിന് വികസനം ഉണ്ടാകൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു കുടിവെള്ള പ്രശ്നമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നത് ഗൂഢ ലക്ഷ്യങ്ങളോട് കൂടിയാണ് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നമുക്കിതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അംഗങ്ങളുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കും, ജനങ്ങളുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായിട്ട് മുന്നോട്ട് തന്നെ, അതായത് ഒയാസിസ് കമ്പനി ആ പദ്ധതിയുമായി മുന്നോട്ട് പോകും, അതിനുള്ള സഹായങ്ങൾ സർക്കാർ ചെയ്തു നൽകുമെന്ന് തന്നെയാണ് MV ഗോവിന്ദൻ വിശദീകരിക്കുന്നത്. കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം കൂടിയാണ് ഇതിലൂടെ നമ്മൾ കാണേണ്ടത്. എന്തായാലും ഈ ജില്ലാ സമ്മേളനത്തിൽ ഇതൊരു ആശങ്കയായി ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് അംഗങ്ങളെ പ്രതിനിധികൾക്ക് മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു മറുപടി നൽകിയത്. നിഖിൽ പ്രമേഷ് പാലക്കാട്ട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു.